നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളുടെ അകത്തേക്ക് കടന്ന് അതിനകത്ത് ഒളിച്ചു വച്ചിരിക്കുന്ന ആ മരുന്ന് കഴിച്ച് നമ്മുടെ ആത്മാവിലെ രോഗങ്ങൾ മാറ്റിയെടുക്കണം. നമ്മുടെ ആത്മാവിലെ മനസ്സിലെ രോഗങ്ങൾ മാറുമ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ മാറും. ഈ പ്രകൃതി ഇന്ന് വളരെ ദുഷിച്ചിരിക്കുകയാണ്. പ്രകൃതി ദുഷിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് അമിതമായ ചൂഷണം, ഉപഭോഗം. പിന്നെയോ നമ്മുടെ മനസ്സിലെ ദുർവികാരങ്ങളുടെ ആ ചിന്തകളുടെ തരംഗങ്ങളും ഈ പ്രകൃതിയെ ദുഷിപ്പിക്കുന്നുണ്ട്. അമിതമായ പ്രകൃതിയുടെ ഉപഭോഗത്തിനും കാരണം മനസ്സിലെ ലോഭം അല്ലെങ്കിൽ മനസ്സിലെ ആർത്തിയാണ്. ഇന്ദ്രിയ സുഖത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ ഇത്ര ചൂഷണം ചെയ്യുന്നത്. നമ്മൾ അമിതമായി സാധനങ്ങൾ കൂട്ടിവെക്കുന്നതും ഭാവിയെക്കുറിച്ചുള്ള ഭയം കാരണമാണ്. ഇങ്ങനെയുള്ള ഈ ആധികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെയും പ്രകൃതിയുടെയും വ്യാധിക്ക് കാരണം. അപ്പോൾ വൈദ്യനാഥനായ ഈശ്വരൻ നമുക്ക് ഗീതാജ്ഞാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മാവിലെ അഴുക്കുകൾ അല്ലെങ്കിൽ ആത്മാവിലെ രോഗങ്ങൾ മാറ്റണം. ഈ ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? അത് അറിവ് കാലത്തിലൂടെ ഈ മനസ്സുകളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ആ മരുന്ന് പൊതിഞ്ഞു വച്ചിരിക്കുന്ന സാധനമാണ്. ഇന്ന് നമ്മൾ ധാരാളം കുട്ടികളെ ഗീതയുടെ ശ്ലോകങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് പല മതങ്ങൾക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ്. ആ കർണരസത്തിന് വേണ്ടി ശ്ലോകങ്ങൾ മാത്രം പഠിപ്പിക്കുക. അതിൻ്റെ അന്തരാർത്ഥത്തിൻ്റെ വാച്യാർത്ഥം പോലും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, അന്തരാർത്ഥവും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അനുഷ്ഠിക്കാനും സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മരുന്ന് കഴിക്കാനുള്ളതും അത് ജീവിതത്തിൽ പ്രയോഗിച്ച് ദുഃഖശമനം ഉണ്ടാക്കാനും ഉള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഗീതാജ്ഞാനം നൽകുന്നത് മാനവരാശിയെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ദുഃഖത്തിന്റെ കാരണം ഈശ്വരൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിന്ന് ലോകം വലിയ കുഴപ്പത്തിലാണ്, ലോകത്ത് ഭയാനകമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മൂല കാരണം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ കർമ്മദോഷം കൊണ്ടാണ് ലോകത്തെ കുഴപ്പങ്ങൾ. എല്ലാ മനസ്സുകളിലും 5 വികാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്: കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഈ 5 വികാരങ്ങൾ ഇത്തിരി കൂടുമ്പോഴുണ്ടാകുന്നതാണ് മതം, മാത്സര്യം, വിദ്വേഷം, പ്രതികാര ചിന്ത, വെറുപ്പ്. മനുഷ്യന്റെ കർമ്മം മോശമായി. കർമ്മം മോശമായപ്പോൾ ലോകം മോശമായി. അപ്പോൾ ലോകം മോശമായി എന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? മനുഷ്യന്റെ കർമ്മം മോശമായി. മനുഷ്യന്റെ കർമ്മം മോശമായതിന് കാരണം എന്താണ്? മനുഷ്യന്റെ ചിന്ത. കർമ്മത്തിന്റെ ബീജം മനസ്സാണ്. മനസ്സ് മോശമായി. അപ്പോൾ ഈ മനസ്സിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സാക്ഷിയാണ്. നമുക്കതിനെ ശുദ്ധ ബുദ്ധി എന്ന് പറയാം. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്ത കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. നീ അത് ചെയ്യരുത് എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട്. നീ അത് ചെയ്തോളൂ എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിൽ ഇരിക്കുന്നത് എന്താണ്? കുബുദ്ധിയാണ്, മോശമായ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, നീ എന്തേ കാണിച്ചത്, നിന്റെ ബുദ്ധി കെട്ടുപോയോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് മനുഷ്യൻ മോശമായ കർമ്മം ചെയ്യുന്നു? മനുഷ്യന്റെ ബുദ്ധി മോശമാണ്. അപ്പോൾ ഈ ബുദ്ധി ശ്രേഷ്ഠമാക്കണം. ബുദ്ധി ഒന്ന് ദിവ്യമാക്കി മാറ്റണം. നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന പേരെന്താണ്? ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാൻ, സർവജ്ഞനാണ്. അപ്പോൾ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാനായ ഭഗവാൻ എന്ത് ബുദ്ധിയാണ് നമുക്ക് നൽകുന്നത്? നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി, നമ്മുടെ കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കി, നമ്മുടെ കർമ്മത്തിലൂടെ കർമ്മക്ഷേത്രത്തെ ശുദ്ധീകരിക്കാനുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ നമുക്ക് നൽകുന്നത്. ആ ബുദ്ധിക്കാണ് നമ്മൾ ഗീതാ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനത്തിന്റെ മഹത്വം ഗീത എടുത്തു പറയാണ്: നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ. ജ്ഞാനം പോലെ പവിത്രമായ ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. ധാരാളം കർമ്മങ്ങൾ, യഥാർത്ഥ ഭക്തൻ കർമ്മങ്ങൾ ചെയ്യുന്നത്, ഭക്തി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ജപമോ തപമോ വേദാധ്യയനമോ തീർത്ഥാടനമോ എന്തും ഒരു യഥാർത്ഥ ഭക്തൻ ചെയ്യുന്നത്
മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ്. പക്ഷേ ഭഗവത്ഗീത പറയാണ് അതെല്ലാം കർമ്മം മാത്രമാണ്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഈ കർമ്മങ്ങളെല്ലാം ജ്ഞാനത്തിൽ പരിസമാപിക്കുകയാണ്. ആത്മപരമാത്മ ജ്ഞാനത്തിൽ കൂടി മാത്രമേ, കർമ്മത്തെക്കുറിച്ചുള്ള ഗഹനാഗതി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്കത് കഴുകിക്കളയാനുള്ള എളുപ്പ വഴിയുണ്ട്. നമ്മുടെ വസ്ത്രം അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. നമ്മുടെ വീട് അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമ്മളത് തുടച്ചു വൃത്തിയാക്കാറുണ്ട്. നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ചിലപ്പോൾ പല പ്രാവശ്യം വൃത്തിയാക്കുന്നുണ്ടെങ്കിലും നമുക്കാർക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ആ ഔഷധം അല്ലെങ്കിൽ അതിനുള്ള ക്ലീനിങ് സാധനം എന്താണ് എന്ന് നമുക്കറിയില്ല. നമ്മളാരും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാറുമില്ല. മനസ്സിനെ ശുദ്ധമാക്കാത്തത് കൊണ്ടാണ് മനസ്സിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനസ്സിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതും എല്ലാം ഈ മനസ്സിങ്ങനെ ഒരു ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അഴുക്കും പേറി നടക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായ ഭാരമാണ്. ഈ വെയിറ്റ് കാരണം നമ്മൾ ആകെ ജീവിതം നമുക്ക് ഒരു ഭാരമുള്ളതായി തീർന്നിരിക്കുകയാണ്. ഈ ഭാരമില്ലാണ്ടാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. എവിടെ നിന്നാണ് ഈ ലോകത്ത് ഈ പ്രവണത ആരംഭിച്ചത്? നമ്മൾ ആ കാലചക്രത്തിൽ മനസ്സിലാക്കി, സത്യത്രേതായുഗത്തിൽ ലോകത്ത് ദുഃഖമില്ല. ദുഃഖമില്ലാത്തതിന്റെ കാരണം എന്താണ്? ദുഃഖമില്ലാത്തതിന്റെ കാരണം മനുഷ്യന്റെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാണ്. കർമ്മങ്ങൾ ശ്രേഷ്ഠമാകാൻ കാരണം എന്താണ്? മനുഷ്യന്റെ മനസ്സ് നല്ലതാണ്. മനസ്സ് നല്ലതാകാൻ കാരണം എന്താണ്? മനുഷ്യന്റെ ബുദ്ധി അത് ആത്മാവിലിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ്, ഞാൻ സത്യമായ വസ്തുവാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ്, ഞാൻ പവിത്ര സ്വരൂപനാണ്, ഞാൻ സ്നേഹസ്വരൂപനാണ്, ഞാൻ ശക്തി സ്വരൂപനാണ്. അങ്ങനെ ആ സ്വരൂപത്തിൽ ഇരിക്കുന്ന മനസ്സും ബുദ്ധിയും ശുദ്ധമായതുകൊണ്ട് നമ്മുടെ കർമ്മം ശുദ്ധമാണ്, വികർമ്മങ്ങളില്ല, അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളില്ല. ദുഃഖം സൃഷ്ടിയിൽ എവിടെ നിന്ന് ആരംഭിച്ചു? ദ്വാപരയുഗത്തിന്റെ സന്ധ്യയിൽ ഈ ആത്മാവ്, ഈ ആത്മാവിന്റെ ഘടകമായ മനസ്സും ബുദ്ധിയും ദേഹമാണ് എന്ന ഇരുട്ടിലേക്ക് കടന്ന് ആ ഇരുട്ടിൽ നിന്നുണ്ടായ വികാരങ്ങളാണ് ദുഃഖത്തിന് കാരണം. അവിടെ മുതൽ നമ്മൾ മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങി. നമ്മൾ ധാരാളം രീതിയിലുള്ള ഭക്തികൾ ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും ധർമ്മപദവും അനേക മഹാഗുരുക്കന്മാരും വന്നിട്ടും ദ്വാപരത്തിൽ നിന്ന് നമ്മൾ കലിയുഗത്തിലേക്ക് കടന്നു. കാരണം എന്താണ്? ഈ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള വിധി നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് കർമ്മത്തിന്റെ ഗതി ഗഹനാഗതിയാണ്. ഈ ഗഹനാഗതി മനസ്സിലാക്കാതെ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്തതുപോലും, ഈശ്വരനെ നമ്മൾ വിളിച്ചതുപോലും, ഈശ്വര ആരാധന നടത്തിയതുപോലും ഞാൻ ദേഹമാണെന്നുള്ള ഇരുട്ടിലാണ്, ജ്ഞാനത്തിലാണ്. ബീജം തന്നെ ചീത്തയായി പോയി. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും ഇരുട്ട് കൂടി കൂടി വന്നു.
സുന്ദര